ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സദ്യക്ക് കിട്ടുന്ന നല്ല നാടൻ സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാദാ പരിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ നമുക്ക് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. പരിപ്പ് ഞാൻ നല്ല പോലെ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കണം. നല്ല പോലെ ഉടഞ്ഞ് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് ഈ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം തീയിൽ ഒരു 3-4 വിസിലടിക്കുക. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം. പരിപ്പ് ഞാൻ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടണം. നമ്മളിത് സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാനും നിൽക്കുന്നില്ല. അതാരണമാണ് നമ്മൾ പറയുന്നത് നല്ല പോലെ ഇത് വേവിച്ചെടുക്കണമെന്ന്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 നുള്ളു ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ മുളകും എല്ലാവരും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ സവാള മാത്രം. ഞാൻ ഇപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ. ഇതൊരു ചെറിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ചുവന്നുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് നെടുകി കീറിയത് എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാനും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തോളം നമുക്കിതൊന്ന് എണ്ണയിലിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുരിങ്ങാക്കോല് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ബീൻസ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നേരത്തോളം ഈ പച്ചക്കറികൾ ഇതിൽ വാട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടാം കേട്ടോ ഈ വാട്ടുന്ന സമയത്ത്. പക്ഷേ ഞാൻ ഇടാറില്ല. കാരണം ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ഇപ്പോൾ കാലത്ത് വെക്കുന്ന സാമ്പാറാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അതേപോലെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് അവസാനമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം വേണ്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇനി വെള്ളത്തിൽ കിടന്ന് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിങ്ങനെ എക്സ്ട്രാ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല. സാമ്പാർ പൊടി വെച്ചും നമുക്ക് ഉണ്ടാക്കാം.
ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതിയാകും. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഒരു 15 മിനിറ്റോളം കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. അതൊക്കെ ഓരോരുത്തരുടെ പുളിയുടെ അത് ഇത്ര അളവെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തിരുമിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പം അറിയാലോ നമ്മുടെ പുളി എന്തോരാന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത്രയും മതിയാകും. നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 6 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അരിഞ്ഞത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അതാണ് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ചേർത്ത് കൊടുത്താൽ അത് ഉടഞ്ഞ് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ നമുക്ക് തക്കാളിയും ഇതിലേക്ക് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചാറെന്തോരം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല പോലെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ പരിപ്പിട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് പരിപ്പിൻ്റെ അളവ് നിശ്ചയിക്കുക. നിങ്ങൾക്ക് ഇട്ട് നോക്കുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാം. ഒരുപാട് തിക്നെസ് കൂടിയാലും ഒരുപാട് തിക്നെസ് കുറഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം തിക്നെസ്സിലാണ് കറക്റ്റായിട്ട് ഇരിക്കാമെന്ന്. അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നും കൂടി തിക്കാവേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി തിക്നെസ്സിലാണ്. അപ്പോൾ ഞാൻ മുഴുവനും പരിപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പരിപ്പിൻ്റെ അളവ് മാറ്റം വരുത്താം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുളിയുടെ അളവും അതേപോലെ എരിവൊക്കെ കറക്റ്റ് ആവാൻ വഴിയുള്ളൂ. കാരണം നമ്മൾ മുളക് പൊടിയും അതേപോലെ തന്നെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും എരിവ് കുറവാണെങ്കിൽ തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടിയും സാമ്പാർ പൊടിയും മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല നാടൻ സ്റ്റൈല് സദ്യ സ്റ്റൈല് സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്